അവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പന്ന ഇത്. അതുപോലെ മോന്റെ ആ എന്താ പറയുന്ന ഓടിച്ച വീട് പറയുന്ന ഒരു അമ്മയുണ്ടല്ലോ, വലിയ സത്യഭാമയമ്മ. ആ എന്റെ മോനൊക്കെ മറ്റു അവർ ഇവര് റെഡിയാക്കുന്നത് ഇതെല്ലാം കേട്ടോ. അതിന്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റുന്ന ആ പെണ്ണിനെ അധികാരെ കൊണ്ടൊക്കെയോ എന്തുവാ വഴകിക്കൊണ്ട് പോവുകയും അതൊക്കെ അറിയത്തില്ലയോ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ മോനെ. ആ ആ ആ പെണ്ണിനെ ഇതുപോലെ വിളിച്ചോണ്ട് പോയിട്ട് ആ ചെറുക്കനെ തന്നാക്കി. ആ ചെറുക്കനൊക്കെ പാവമായിരുന്നു, അതൊക്കെ ജോലി ചെയ്ത് അവനെ ഇങ്ങനെ കള്ളു കൊടുത്തു ഇങ്ങനെയൊക്കെ ആക്കി സ്വത്തുക്കൾ. അതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും വളരെ ഇവരെന്ത് ചെയ്യുന്ന ആൾക്കാരാ. വെറും ക്രിമിനൽസ് ഇവിടെ ഉള്ളത് കേട്ടോ. ആ ഭയങ്കര ക്രിമിനലാ. ഏഹ് ആ അയ്യോ അയ്യോ അറിയാം അറിയാം വന്നിട്ട് ആ 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 കുഴപ്പമില്ല കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്ന മതി നല്ലത്. ഇവിടുത്തെ ഈ ബിജു എന്നൊക്കെ പറയുന്നതേ ഞാൻ ബന്ധമില്ല, ഇവനുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വേറൊരു വക്കീലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാതെ കൊണ്ടുപോകണം കേട്ടോ. ആ ആ ആ ആ ആ ആ ഇവനോട് ചോദിക്കണം ഇതുപോലെ ഇതെല്ലാം ഈ അയൽക്കാരോടെല്ലാം ഇങ്ങനെ വസ്തുക്കൾക്ക് വേണ്ടി ഇതല്ലയോ എല്ലാ സഹോദരിമാരോടും നിങ്ങൾ നേരത്തെ വന്നതിന് നമ്മൾ ഈ കേസിൽ നമ്മളെല്ലാം എടുത്ത് വെച്ചേനെ. ആ ആ കായംകുളം കോടതി തന്നെ ഈ അവരോട് പറയണം. അപ്പൊ ഈ കായംകുളം കോടതി ഇല്ലയോ അന്നേരം പറഞ്ഞു ഈ കായംകുളം സിവിൽ കോടതി ആ വക്കീലിനോട് പറഞ്ഞു ഈ കായംകുളം സിവിൽ കോടതി നിനക്ക് എത്ര കേസ് ഉണ്ടായിരുന്നു, കായംകുളം ക്രിമിനൽ കോടതി നിനക്ക് എത്ര കേസ് ഉണ്ടായിരുന്നു ചോദിക്കണം കേട്ടോ. നീ അയലത്തുള്ള പെണ്ണുങ്ങളെ കണ്ണടിച്ച് പൊട്ടിച്ചത് പല്ല് പറിച്ചത് ഇതെല്ലാം നിന്റെ പേരിൽ ഉണ്ടായിരുന്നല്ലോ. നീ ഇത് ഇങ്ങനെ കേസുമായി നടന്നു കൊടുത്തല്ലോ ചോദിക്കണം. ഇതെല്ലാം ചോദിക്കണം കേട്ടോ. ആ ഇതൊക്കെ ചോദിപ്പിക്കണം. നാളെ പ്രോബ്ലം ശരിക്കും ഇവരെ കുടഞ്ഞു വിടണം. ഇവനൊരു ക്രിമിനൽ ആണെന്ന് അവിടെ വരുത്തി വെക്കണം കേട്ടോ. ആ മോനെ അവിടെ ചെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി. വി കെ രത്നമ്മ. ആ ആ വി കെ രത്നമ്മ 93-ലാ കേസ് തുടങ്ങുന്നത്. 93-ല്. ആ ആ ആ ആ ആ ആ ആ ആ എന്തായാലും വി കെ രത്നമ്മ എന്ന് പറയുന്ന നിങ്ങളുടെ മോനറിയാലോ ബന്ധം പറയാന് അറിയാലോ. അപ്പൊ അവരുമായിട്ട് നിങ്ങൾ എത്ര കേസ് ഉണ്ടായിരുന്നു, വസ്തുവിനല്ലായിരുന്നു കേസ്. ഇതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് അത് മോന്റെ അമ്മയുടെ സരസ്വതി എന്ന് പറയുന്ന ആ ഭോപ്പാലിലുള്ള ഒരു അമ്മയുടെ വസ്തുവായിരുന്നു. ആ ആ ആ വല്യമ്മച്ചിക്ക് ഇതുപോലെ നിങ്ങൾ 5000 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് ഇതുപോലെ കള്ളക്കേസ് ഉണ്ടാക്കിയത് അല്ലയോ എന്ന് ചോദിക്കണം. ഇത് 5000 രൂപ കൊടുത്ത് അവന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഇതിന് അവരോടും കേസ് കൊടുത്തത് കേട്ടോ. നീ ഞങ്ങൾ അമ്മയൊക്കെയും കാശ് തന്നും ഇതേ രീതിയിലല്ലയോ കള്ളം പറയുന്നത് കേട്ടോ. ഇതാണ് പോയിന്റ് അവന്റെ. ഇവൻ എല്ലായിടവും കാശ് കൊടുത്തെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ ഇവൻ എല്ലായിടവും ഇത് പറയുന്നത്. ഇതിനൊരു രേഖയുണ്ടോ? ഇല്ലല്ലോ. രേഖ വല്ലതും ഉണ്ടോ? ആ ഒപ്പൊന്നുമല്ല. ആ ആ തെളിയിച്ചോക്കെ നിങ്ങൾ സിഗ്നേച്ചറിന് ഇത് കൊടുത്തായിരുന്നോ അങ്ങനെ? അവൻ തെളിയിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ആ ആ ആ ആ ഇത് മിക്കവാറും തട്ടിപ്പോവും. അധികം താമസിയാതെ ഇതുപോലെ പിന്നെ മോനെ ഇനി ഒന്നിനും കൊള്ളത്തില്ല. മോനെ ഒന്നിനും കൊള്ളാതാക്കിയത് തന്നെ. ആ ചെറുക്കനെ നല്ലപോലെ വീട് നോക്കിക്കൊണ്ടിരുന്നവനാ. അവനെ ഇപ്പൊ വീട് കണ്ടില്ലയോ, നശിച്ചില്ലയോ. ആ ഇവൻ നശിക്കത്തേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവൻ നശിക്കാനുണ്ടായതാ. സ്വന്തം മോനെ ഇങ്ങനെ ഇതാക്കി വിടുന്നവൻ നശിച്ചോ നല്ലതാവോ നിങ്ങൾ പറ. കാശിന് വേണ്ടി ചെയ്യുന്നവന്. ചുമ്മാതാ 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 അതൊക്കെ ചുമ്മാതാ കേട്ടോ. അതൊക്കെ ചുമ്മാതാണ്. ഇവൻ ഇവരുടെ എടുക്കേന്ന് കള്ളു കുടിച്ചിരുന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. ഇത് തന്തയും മോനും കൂടെ പണ്ടേ വഴക്കാം എന്നിട്ട് തന്തയും കുടിക്കല്ലോ നല്ല ശരിക്ക്. ആ ആ ചുമ്മാ അവനുമായിട്ട് ഒരുമിച്ച് ഒരിക്കലും ഇരുന്ന് വെള്ളം അടിക്കത്തില്ല. തന്തയും മോനും കൂടെ ഒരിക്കലും വെള്ളം അടിക്കത്തില്ല. ഇവന്റെ വീട്ടിൽ കയറി ഇരുന്നാ വെള്ളം അടിച്ചിട്ട് പോയത്. കുറെ ഇവിടെ ഓലവെട്ടി കുറെ ഉണ്ട് ഇങ്ങനെ ബന്ധോയിന് നടക്കുന്ന കുറെ അമ്മമാരുണ്ട്. ഈ സോമൻ അങ്ങനെ വീട്ടിലാണ് ബന്ധോയിന് നിൽക്കുക. അറിയാം, അവർക്കറിയോ. ആ ഇവിടെ കുറെ
ഉണ്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നക്കാരാണ് ഇവന്മാര് കേട്ടോ. അതുകൊണ്ട് മോനെ ഒരു രീതിയിൽ ഓരോ എണ്ണത്തിനോടും മോന്റെ ഭാര്യയും സമ്മതിക്കരുത്. പലതും പറഞ്ഞു കൊടുത്ത് ബന്ധങ്ങൾ ഇതാക്കുന്ന ആൾക്കാരാ കേട്ടോ. കണ്ണ് വേണം ഞാൻ പറഞ്ഞേക്കാം. അതെ അതെ. ആ അത് ചെയ്യണം. ആ കെട്ടണം. ആ നമ്മളോട് അത്രയ്ക്ക്. ആ ആ ആ ആ അപ്പൊ കിഴക്കൂടെ പോകും അത്രേ ഉള്ളൂ. നിങ്ങൾക്കും അങ്ങനെ വഴി ആർക്കും തടയാൻ പറ്റത്തില്ല. നിങ്ങളെയും വഴി ഈ വഴി ഇങ്ങനെ അങ്ങോട്ടുള്ള വഴി നിങ്ങൾക്കും നിങ്ങളെ വസ്തുവിനകത്ത് തടയാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും തടയേണ്ടി വരും അല്ലയോ. ഏഹ് ആ നിങ്ങൾക്ക് മാത്രം നിങ്ങളെ വസ്തുവിനകത്ത് കയറാൻ പറ്റുമെന്ന് പറയാൻ ആർക്കും ഒരു അധികാരമുണ്ടോ? ആ ആ അതേ ഉള്ളൂ. ആ വഴി നിങ്ങൾക്ക് കിട്ടും. അവിടെ വരെ ഉണ്ടല്ലോ, അവിടെ വരെ നമ്മൾ കൊടുത്ത് തിരിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങോട്ടുള്ള വഴി നിങ്ങൾക്കും കിട്ടണമല്ലോ വേണ്ടായോ. ഏഹ് ആ അതേ ഉള്ളൂ. ഭയങ്കര രോഗമാണ്. ഇപ്പൊ ഞാൻ ഇവൻ നാളെ തെക്കൊക്കെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് പൊട്ടിപ്പിച്ച് കയറ്റിയേച്ച് എന്നെ കുഴപ്പിക്കണതാ വേണ്ടത്. ശരി മോനെ. ആ പിന്നെ ആ ശരി ശരി. ആ നിങ്ങൾ ജയിക്കണം എന്തായാലും. ശരി ശരി.